الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم മനുഷ്യരായ നാം ഓരോരുത്തരും അല്ലാഹുവിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയുടെ ദൈർഘ്യം എത്രയുണ്ടെന്ന് ഒരാൾക്കും അറിയുകയില്ല. ചിലർ പെട്ടെന്ന് നമ്മെ വിട്ടുപിരിയുന്നു, മറ്റു ചിലർ ദീർഘകാലം ഈ ദുനിയാവിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. ഈ യാത്രക്കിടയിൽ നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ആ റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നതായിരിക്കണം നമ്മുടെ പ്രഥമ ലക്ഷ്യം. ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാൻ വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശറഅാക്കി നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇബാദത്തുകൾക്ക് വ്യത്യസ്തങ്ങളായ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ, അതിന് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള കാരണങ്ങൾ, അതിനുള്ള വഴികൾ, മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോരുത്തരും അന്വേഷിക്കേണ്ടതുണ്ട്. ദുനിയാവിൻ്റെ കാര്യമാണെങ്കിൽ, ദുനിയാവിൽ ഒരു കച്ചവടം തുടങ്ങുന്ന ആൾ, അയാൾ തൻ്റെ കച്ചവടം ആരംഭിക്കുന്നതിന് മുൻപ് ആ കച്ചവടത്തിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തും. ചെറിയ പണം മുടക്കി എത്ര വലിയ ലാഭങ്ങൾ നേടാമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത. അതല്ലെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ പണം എങ്ങനെ സമ്പാദിക്കാം എന്നൊക്കെ ദുനിയാവിൻ്റെ ആളുകൾ, കച്ചവടത്തിൻ്റെ ആളുകൾ അവർ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന കർമ്മങ്ങൾ ഇരട്ടികളായി അല്ലാഹു ധാരാളം വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇബാദത്തുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഓരോ മുഅ്മിനീങ്ങളും അത് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നാം ഓരോരുത്തരും ഇപ്പോൾ പരലോകത്തേക്കുള്ള കച്ചവടത്തിലാണ്. അതിൻ്റെ ലാഭം കൊഴിയുന്നത് ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തിലായിരിക്കും. അതുകൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് ലാഭം കൊഴിയണമെങ്കിൽ, ഇരട്ടികളായി നമ്മുടെ നന്മയുടെ അക്കൗണ്ടുകളിൽ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ മാർഗങ്ങൾ, അതിൻ്റെ വഴികളൊക്കെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം, ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിലേക്ക് മുന്നിട്ട് വരിക. അതുപോലെ തന്നെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്കുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബാദിറു ഇലൽ അഅമാൽ, നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരിക, ധൃതി കാണിക്കുക. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി അദ്ദേഹം പറഞ്ഞതായി കാണാം, നന്മയിലേക്ക് മുന്നിട്ട് വരിക എന്ന് പറഞ്ഞാൽ കേവലം നന്മ ചെയ്യൽ മാത്രമല്ല, മറിച്ച് അതിലേക്ക് ധൃതി കാണിക്കുകയും അത് പൂർണ്ണമായ രൂപത്തിൽ അത് നിർവഹിക്കുകയും ചെയ്യലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമൻ സബഖ ഫിദ് ദുനിയ ഇലൽ ഖൈറാത്ത്, ഈ ദുനിയാവിൽ നന്മയിൽ നിന്നെക്കാൾ മുൻകടന്നവൻ, നന്മയിൽ മുന്നേറിയവൻ, ഫഹുവ സാബിഖു ഫിൽ ആഖിറതി ഇലൽ ജന്നാത്ത്, നാളെ സ്വർഗ്ഗത്തിലും അവൻ മുന്നിലായിരിക്കും. ഈ ദുനിയാവിൽ നന്മയിൽ മുന്നേറിയവർ നാളെ പരലോകത്തും അവർ ജന്നാത്തിൽ, സ്വർഗ്ഗത്തിൽ അവർ മുൻകടക്കുന്നതാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ആഖിറത്തിലേക്കുള്ള യാത്ര തിരിച്ചവരാണ് നാം ഓരോരുത്തരും. അതിലേക്കുള്ള പാതയം നാം ഇവിടെ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. തൻ്റെ ഓരോരുത്തരും അവരവരുടെ പോരായ്മകൾ, കുറവുകൾ മനസ്സിലാക്കുക. ഇബാദത്ത് ചെയ്യുന്നതിലുള്ള നമ്മളുടെ മടിയും അലസതയും അലംഭാവവും ഇതൊക്കെ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട്
ഒരു പരിവർത്തനത്തിന്, ഒരു മാറ്റത്തിന് നാം ഓരോരുത്തരും തുടക്കം കുറിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ അവസരമാണിത്. ഇനി മരണപ്പെട്ടതിന് ശേഷം ഇനി ഒരു തിരിച്ചുവരവില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ചില ആളുകൾ അവരുടെ അവസ്ഥ എന്താണ്? ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവരിലേക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയുന്നത് റബ്ബിർജിഊൻ, അള്ളാഹുവേ എന്നെ നീ ജീവിതത്തിലേക്കൊന്ന് തിരിച്ചയക്കണമേ. എന്നിട്ട് അവൻ പറയുകയാണ് ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഒഴിവാക്കിയിട്ടുള്ള, ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ അത് ഞാൻ ചെയ്തു കൊള്ളാം. അള്ളാഹു പറയുകയാണ് കല്ല, ഒരിക്കലുമില്ല, ഇനി ദുനിയാവിലേക്ക് ഒരു മടക്കമില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവനിങ്ങനെ പറയുന്ന വെറും ഒരു വാക്ക് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ഈ വിഷയത്തിന്റെ ഗൗരവം ഉണർത്തുന്നതിന് വേണ്ടി പല കാര്യങ്ങളും അവർ പറഞ്ഞതായി കാണാം. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ് അൽ മൗത ഫീ ഖുബൂരിഹിം യതഹസ്സറൂന അലാ സിയാദത്തിൻ ഫീ അഅമാലിഹിം ബിതസ്ബീഹത്തിൻ വബിറകഅത്തിൻ, ഖബറുകളിൽ മറമാടപ്പെട്ടവർ, മരണപ്പെട്ടു പോയ ആളുകൾ അവർ ഖബറിൽ വെച്ച് ഖേദിക്കുകയാണ്, അവരവിടെ വെച്ച് ദുഃഖിക്കുകയാണ്, വിലപിക്കുകയാണ്. തങ്ങളുടെ സൽക്കർമ്മങ്ങളിൽ ഒരു തസ്ബീഹ് അധികമായി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു റക്അത്ത് നമസ്കാരം അതെന്റെ സൽക്കർമ്മങ്ങളിൽ അധികമായി ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ അവിടെ വെച്ച് വിലപിക്കുകയാണ്. പക്ഷേ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വമിൻഹും മൻ യസ്അലു റജഅത ഇല ദുനിയാ ലിദാലിക്, അവരിൽ ചില ആളുകൾ അതിനുവേണ്ടി ഈ ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലാ യഖ്ദിറൂന അലാ ദാലിക്, പക്ഷേ അവർക്കതിന് കഴിയുകയില്ല. ഖദ് ഹീല ബൈനഹും വബൈനൽ അമൽ, അവർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കിടയിലും ഒരു മറയിട്ടിരിക്കുകയാണ്. അവർ ബർസഖിയായ ജീവിതത്തിലാണ്. ഇനി ഈ ദുനിയാവിലേക്ക് കടന്നു വരിക, തിരിച്ചു വരിക എന്നത് അതൊരിക്കലും സാധ്യമാകാത്ത കാര്യമാണ് എന്നവിടുന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ചില ആളുകൾ സ്വപ്നത്തിൽ കാണുകയും അവർ ഇവരോട് സ്വപ്നത്തിൽ പറഞ്ഞതായി കാണാം വല്ലാഹി ലതസ്ബീഹത്തുൻ ഔ തസ്ബീഹതാൻ ഔ റകഅത്തുൻ ഔ റകഅതാൻ ഫീ സഹീഫത്തി അഹദിനാ അഹബ്ബു ഇലൈനാ മിനദ് ദുനിയാ വമാ ഫീഹാ, നന്മയുടെ ഏടിൽ ഒരു തസ്ബീഹ് അതല്ലെങ്കിൽ രണ്ട് തസ്ബീഹ്, ഒരു റകഅത്ത് അതല്ലെങ്കിൽ രണ്ട് റകഅത്ത്, അത് കൂടുതലായി ഉണ്ടാകുന്നതാണ് ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ വസ്തുക്കളും ഞങ്ങൾക്കുണ്ടാകുന്നതിനേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് ഖബറിൽ കിടക്കുന്ന ആളുകൾ അവരവിടെ കടന്ന് വിലപിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. അതുകൊണ്ട് ഖബറിലെത്തിയതിനു ശേഷം ഇനി ഒരു തിരിച്ചുവരവില്ല. ഇബാദത്ത് ചെയ്യാനുള്ള, നന്മകളിൽ മുന്നേറാനുള്ള അവസരമായി അള്ളാഹു നിശ്ചയിച്ചത് ഈ ദുനിയാവിലെ ജീവിതമാണ്. സലഫുകൾ പറഞ്ഞതായി കാണാം കുല്ലു യൗമിൻ യഈശു ഫീഹിൽ മുഅ്മിനു ഗനീമത്തുൻ, ഒരു മുഅ്മിനിന് ഈ ദുനിയാവിൽ ജീവിക്കാൻ അവൻ അള്ളാഹു നൽകുന്ന ഓരോ ദിവസങ്ങളും അതവനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ്, അതൊരു വലിയ സമ്പാദ്യമാണ്. അതുകൊണ്ട് ഈ അള്ളാഹു നൽകിയ ഈ അവസരങ്ങൾ നാം ഓരോരുത്തരും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ വിനിയോഗിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞ അതിപ്രശസ്തമായ ഒരു വാചകമുണ്ട് തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ, ഖബറിൽ മറമാടപ്പെട്ട ആളുകൾ അവരോട് നിങ്ങളൊന്ന് പറഞ്ഞുകൊള്ളുക, നിങ്ങൾ ഇഷ്ടമുള്ളത് ആഗ്രഹിച്ചുകൊള്ളൂ എന്നവരോട് പറയപ്പെട്ടാൽ ലതമന്നൗ യൗമൻ മിൻ റമളാൻ, റമളാനിലെ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഖബറിൽ കിടക്കുന്നവർ ആശിച്ചു പോകും, അവർ ആഗ്രഹിച്ചു പോകുമെന്നാണ്. അത്രയും നന്മകൾ ചെയ്യുവാൻ മരണത്തിന് ശേഷം ഖേദിക്കുന്ന ഒരു അവസ്ഥ നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല. മഹാനായ സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം മാ നദിംതു അലാ ഷൈഇൻ, ഞാൻ ഒരു കാര്യത്തിലും ഖേദിച്ചിട്ടില്ല. നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരു കാര്യത്തിലും ഞാൻ ഇങ്ങനെ ഖേദിച്ചിട്ടില്ല. ഏത് വിഷയത്തിലൊഴികെ ഒരു ദിവസം അത് എന്നിൽ നിന്ന് സൂര്യൻ അസ്തമിച്ചു പോവുകയാണ്. ആ ദിവസം അസ്തമിക്കുന്നതോടുകൂടി എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കുറയുകയാണ്. അതോടൊപ്പം എനിക്ക് അമലുകൾ, പ്രത്യേകിച്ച് എൻ്റെ അമലുകളൊന്നും വർദ്ധിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നതിനേക്കാൾ എനിക്ക് സങ്കടമുള്ള മറ്റൊന്നുമില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. സഹാബികൾ അവർ ഇബാദത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരായിരുന്നു. എന്നിട്ടും അവർ ഖേദിച്ച കാര്യം എന്താണ്? ഇബാദത്തിൽ നിന്നും അവരുടെ ആയുസ്സിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞു പോവുകയും പ്രത്യേകിച്ച് അമലുകളൊന്നും വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുക എന്ന കാര്യം അവർ അങ്ങേയറ്റം ഖേദത്തോടു കൂടിയാണ് അത് പറഞ്ഞിരുന്നത്. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ് മാ മിൻ യൗമിൻ
യൻഷഖു ഫജ്റുഹു ഇല്ലാ വയുനാദി. എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ, പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ആ പ്രഭാതം നിന്നോട് വിളിച്ചു പറയുന്നുണ്ട്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാൻ അല്ലാഹുവിന്റെ പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദ്, നീ പ്രവർത്തിക്കുന്ന നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ നാളെ സാക്ഷി പറയും. ഫതസവ്വദ് മിന്നി, അതുകൊണ്ട് നീ എന്നെ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമah, ഞാൻ ഇന്ന് തീർന്നു പോയാൽ, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇനി ഖിയാമത്ത് നാൾ വരെ ഞാൻ ഒരിക്കലും നിന്നിലേക്ക് മടങ്ങി വരികയില്ല എന്ന് ഓരോ പ്രഭാതവും മനുഷ്യരോട് വിളിച്ചു പറയുന്നുണ്ട് എന്ന് ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും അത് നമുക്കിനി തിരിച്ചു ലഭിക്കുകയില്ല എന്ന ബോധ്യം നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഇബാദത്തിൽ, സൽക്കർമ്മങ്ങളിൽ ധാരാളമായി മുഴുകുവാനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ധാരാളം തെറ്റുകൾ, കുറ്റങ്ങൾ ചെയ്തുപോയി എന്ന നിരാശ ആർക്കും വേണ്ടതില്ല. തെറ്റുകൾ ചെയ്തവർക്ക് അവർക്ക് തൗബയുടെ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നിട്ടിരിക്കുകയാണ്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം ഒരു വ്യക്തിയെ കാണുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി, എത്ര പ്രായമായി? അദ്ദേഹം പറയുകയാണ്, എനിക്ക് 60 വയസ്സായിട്ടുണ്ട്. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഫഅൻത മുൻദു 60 സനതൻ തസീറു ഇലാ റബ്ബിക്, താങ്കൾ 60 കൊല്ലമായി അല്ലാഹുവിലേക്കുള്ള യാത്രയിലാണ്. തൂശികു അൻ തബ്ലുഗ്, ആ യാത്ര അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താറായിട്ടുണ്ട്. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 60-നും 70-നും ഇടയിലാണ്. അതുകൊണ്ട് താങ്കൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താറായിട്ടുണ്ട്. ഈ സമയത്ത് ആ വ്യക്തി പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ സമയത്ത് ഫുദൈൽ ഇബ്നു ഇയാദ് അദ്ദേഹം ചോദിക്കുകയാണ്, അതഅരിഫു തഫ്സീറഹു, താങ്കൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ വാചകമുണ്ടല്ലോ, അതിന്റെ വിശദീകരണം, അതിന്റെ അർത്ഥം താങ്കൾക്കറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഫസ്തിർഹു ലനാ യാ അബാ അലി, അതിന്റെ അർത്ഥം താങ്കൾ ഒന്ന് വിശദീകരിച്ചു തരൂ. അങ്ങനെ അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയാണ്, അന ലില്ലാഹി അബ്ദുൻ വ ഇലൈഹി റാജിഉൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അവനിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫമൻ അലിമ അന്നഹു ലില്ലാഹി അബ്ദുൻ വ അന്നഹു ഇലൈഹി റാജിഉൻ, അല്ലാഹുവിന്റെ അടിമയാണ്, അവനിലേക്ക് തിരിച്ചു മടങ്ങേണ്ടവനാണ് എന്ന് മനസ്സിലാക്കിയ, എന്ന് ബോധ്യമുള്ള ഒരാൾ, ഫൽയഅലം അന്നഹു മൗഖൂഫുൻ, അവൻ അല്ലാഹുവിന്റെ മുൻപിൽ നിർത്തപ്പെടുന്നവനാണ്, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്നവൻ അറിഞ്ഞുകൊള്ളട്ടെ. വമൻ അലിമ അന്നഹു മൗഖൂഫുൻ, അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് വേണ്ടി നിൽക്കപ്പെടും എന്നൊരാൾ മനസ്സിലാക്കിയാൽ, ഫൽയഅലം അന്നഹു മസ്ഊലുൻ, അവൻ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ, അള്ളാഹു അവനോട് ചോദ്യങ്ങൾ ചോദിക്കും, അവൻ ചോദ്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടവനാണ് എന്നവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ. വമൻ അലിമ അന്നഹു മസ്ഊലുൻ, ചോദ്യങ്ങൾ, അള്ളാഹു അവനോട് ചോദ്യങ്ങൾ ചോദിക്കും, ചോദ്യങ്ങൾ ചോദിക്കപ്പെടും എന്നവൻ മനസ്സിലാക്കിയാൽ, ഫൽയുഇദ്ദ ലിസ്സുആലി ജവാബ, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവൻ തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. ഈ സമയത്ത് ആ വ്യക്തി ചോദിക്കുകയാണ്, ഫമൽ ഹീല, എന്താണ് വഴി, എന്താണ് മാർഗം, രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? അദ്ദേഹം പറഞ്ഞു, വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ് മാർഗം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, തുഹ്സിൻ ഫീമാ ബഖിയ യുഗ്ഫറു ലക മാ മള, അല്ലാഹു നിനക്ക് നൽകിയ ആയുസിന്റെ ബാക്കികാലം, ആയുസിന്റെ ശിഷ്ടകാലം, അത് നീ അല്ലാഹുവിനുള്ള തൃപ്തിയിൽ ഏറ്റവും നല്ല രൂപത്തിൽ നീ ജീവിക്കുകയാണെങ്കിൽ നിന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കി നൽകുന്നതാണ്. ഫഇന്നക ഇൻ അസഅത ഫീമാ ബഖിയ, ഇനി അതല്ല, ഇനിയുള്ള കാലവും തെറ്റിൽ തുടരാനാണ് നിന്റെ തീരുമാനമെങ്കിൽ, നിന്റെ ഭാവമെങ്കിൽ, ഉഖിദ്ത ബിമാ മള വബിമാ ബഖിയ, നിന്റെ കഴിഞ്ഞുപോയ തെറ്റുകൾക്കും ഇനി നീ ചെയ്തു കൂട്ടുന്ന തിന്മകൾക്കുമെല്ലാം അതിന് അല്ലാഹു പിടികൂടുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തിന്മകൾ ചെയ്തു പോയി, തെറ്റുകൾ സംഭവിച്ചു പോയി എന്ന നിരാശയൊന്നും വേണ്ടതില്ല. നമുക്ക് ലഭിക്കുന്ന ബാക്കിയുള്ള കാലം അത് നന്മയിൽ, അള്ളാഹുവിന്റെ തൃപ്തിയിൽ വിനിയോഗിക്കുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്താൽ മുൻകഴിഞ്ഞതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പാക്കി നൽകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇബാദത്തുകളിൽ നാം നന്നായി മുന്നേറുക, അതിന്റെ ഗൗരവം നാം ഓരോരുത്തരും നന്നായി മനസ്സിലാക്കുക. ഇബാദത്തുകൾ, അതിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് നാം ചെയ്യേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു ഇബാദത്തിന്റെ ഫളായിൽ, അതിന്റെ മഹത്വം ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അത് നിർവഹിക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇബാദത്ത് അതനുസരിച്ച് അമൽ ചെയ്തവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയുന്നതാണ് എന്നതാണ് അതിന്റെ ഫായിദയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ചിട്ടുള്ള
അൽ അസ്ബാബു വൽ അഅമാൽ അല്ലതി യുദാഅഫു ബിഹ സവാബ്, അഥവാ പ്രതിഫലങ്ങൾ, നന്മകൾ അത് ഇരട്ടികളായി ലഭിക്കാൻ കാരണമാകുന്ന അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ മാർഗങ്ങൾ, അതിനെക്കുറിച്ചാണ് ആ ഒരു ചെറിയ റിസാലയാണ് ഇൻഷാ അള്ളാഹ് നാം വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു റിസാല വായിക്കുമ്പോൾ, ഒരു കിതാബ് പഠിക്കുമ്പോൾ, ആ ഗ്രന്ഥം എഴുതിയ, ആ ചെറുകൃതി എഴുതിയ ആളുകൾ, ആ പണ്ഡിതന്മാർ, അവരെക്കുറിച്ച് പഠിക്കുകയും അവരെക്കുറിച്ച് അറിയുകയും അവർക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് അത് പഠനത്തിൻ്റെ ഒരു മര്യാദയായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ ഈ കൃതി രചിച്ചിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാ, അദ്ദേഹത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഹിജ്റ 1307 സൗദി അറേബ്യയിലെ ഖസീമിലെ ഉനൈസയിലാണ് ഷേഖ് അവറുകൾ ജനിക്കുന്നത്. 4-ാമത്തെ വയസ്സിൽ ഉമ്മയും 7-ാമത്തെ വയസ്സിൽ ഉപ്പയും മരണപ്പെടുകയുണ്ടായി. അങ്ങനെ പൂർണ്ണമായും യതീമായി കൊണ്ടാണ് അദ്ദേഹം വളർന്നു വരുന്നത്. ഉപ്പയുടെയും ഉമ്മയുടെയും മരണശേഷം അദ്ദേഹത്തിന്റെ പിതാവിന്റെ മറ്റൊരു ഭാര്യയുടെ അടുക്കലായിരുന്നു ഷെയ്ഖ് അവറുകൾ വളർന്നു വന്നത്. അങ്ങനെ കുറച്ച് വലുതായപ്പോൾ തന്റെ ജ്യേഷ്ഠന്റെ അടുക്കലേക്ക് അദ്ദേഹം താമസം മാറുകയുണ്ടായി. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ഇൽമു പഠിക്കുവാനും അതുപോലെ കിതാബും സുന്നത്തുമൊക്കെ പഠിക്കുവാനും അങ്ങേയറ്റം താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നല്ല ബുദ്ധിയും മനഃപ്പാഠമാക്കാനുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ 11-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കി. അതിനുശേഷം നാട്ടിലുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി ദീനിന്റെ ഇൽമ് അദ്ദേഹം കരസ്ഥമാക്കുകയും 23-ാമത്തെ വയസ്സിൽ അദ്ദേഹം ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കുവാൻ തുടങ്ങിയിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ആ നാട്ടിലുള്ള ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അവരുടെയെല്ലാം ഒരു മടക്ക കേന്ദ്രമായി അദ്ദേഹം പിന്നീട് ചരിത്രത്തിൽ മാറിയതായി കാണാം. അദ്ദേഹത്തിന്റെ മദ്രസയിൽ പഠിച്ചിറങ്ങിയവരാണ് പിന്നീട് വലിയ വലിയ പണ്ഡിതന്മാരായി മാറിത്തീർന്നത്. നമുക്കറിയുന്നത് പോലെ അശ്ശൈഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, ഇബ്നു ഉസൈമീൻ എന്ന് നാം പറയാറുണ്ട്. അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. ഷെയ്ഖ് അവറുകൾ മരിച്ചതിന് ശേഷം ഉനൈസയിലെ പള്ളിയിൽ ആ ഷെയ്ഖിന്റെ കസാരയിൽ ഇരുന്ന് ദർസ് എടുക്കാൻ അദ്ദേഹം നിയോഗിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ളയാണ്. അതുപോലെ അബ്ദുല്ലാ ബിൻ അബ്ദുൽ അസീസ് ഇബ്നു അഖീൽ, അശ്ശൈഖ് അബ്ദുല്ലാ അൽ ബസ്സാം റഹിമഹുമുള്ള, ഇവരൊക്കെ അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുള്ളയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായിരുന്നു. അദ്ദേഹം ഈ ഉമ്മത്തിന് വേണ്ടി ധാരാളം ഖിദ്മത്തുകൾ, സേവനങ്ങൾ ചെയ്ത വലിയ പണ്ഡിതനാണ്. എത്രയോ ഗ്രന്ഥങ്ങൾ, കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ, അതിന്റെ സംക്ഷിപ്തമായ പരിഭാഷ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഫിഖ്ഹിലും ഉസൂലുൽ ഫിഖ്ഹിലും അതുപോലെ തൗഹീദിലും അതുപോലെ ചരിത്രത്തിലും സീറയിലുമെല്ലാം അദ്ദേഹത്തിന് ധാരാളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ഇൽമിന്റെ പഠനവും ദീനിന്റെ പ്രവർത്തനവും പ്രബോധനവുമായി കഴിച്ചു കൂട്ടിയ അദ്ദേഹത്തിന്റെ ജീവിതം ഹിജ്റ 1376 അതിന് അന്ത്യം കുറിക്കുകയുണ്ടായി. അദ്ദേഹം മരണപ്പെടുമ്പോൾ 69 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കുകയും അല്ലാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നാം ഒന്ന് ആലോചിച്ച് നോക്കുക, സൗദി അറേബ്യയുടെ ഒരു ഗ്രാമപ്രദേശത്ത് ജനിക്കുകയും പിന്നീട് ഇൽമു പഠിച്ച് വലിയ പണ്ഡിതനായി തീരുകയും ചെയ്ത ആ ഷെയ്ഖിനെ കുറിച്ച്, അദ്ദേഹം രചിച്ച കിതാബുകളെക്കുറിച്ച് നാം ഇപ്പോഴും പഠിക്കുകയാണ്. ആ കിതാബുകൾ ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, മദ്രസകളിൽ, പള്ളികളിൽ, യൂണിവേഴ്സിറ്റികളിൽ പോലും അദ്ദേഹത്തിന്റെ കിതാബുകൾ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇഖ്ലാസും അദ്ദേഹത്തിന്റെ സിദ്ഖും അതൊക്കെയാണ് ഇത് അറിയിക്കുന്നത്. അതുകൊണ്ട് നാം ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയ നന്മകൾ, ദീനിനു വേണ്ടി ചെയ്ത നന്മകൾ, അതുമാത്രമാണ് നമുക്ക് ബാക്കിയാവുക. അതിനാൽ ഇൽമു പഠിക്കുക, ഇൽമുമായി എപ്പോഴും നിരന്തരമായ ബന്ധമുണ്ടാവുക, ഇൽമിന്റെ ആളുകൾ അവരുമായി സഹവസിക്കുക, ഈ ദീനിന് വേണ്ടി നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിന് സേവനം ചെയ്യുക എന്നതൊക്കെ നാം ഓരോരുത്തരും അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും ഗൗരവത്തിലെടുക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. ഇനി അദ്ദേഹത്തിന്റെ റിസാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഷെയ്ഖ് അവറുകൾ അദ്ദേഹത്തിന്റെ ഫത്വകൾ, ആ ഫത്വാ സമാഹരണത്തിലുള്ള ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ് ഈ റിസാല എന്ന് പറയുന്നത്. ഇത് പിൽക്കാലത്ത് വന്ന, അതിനുശേഷം വന്ന പണ്ഡിതന്മാർ അതിന് വിശദീകരണങ്ങളും അതിന് അടിക്കുറിപ്പുകളുമെല്ലാം നൽകിയിട്ടുണ്ട്. മഹാനായ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള അദ്ദേഹം ഈ റിസാലയ്ക്ക് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ ക്ലാസുകൾ നാം മുന്നോട്ട് പോവുക. ഷെയ്ഖിനോട് ചോദിക്കുകയാണ്, എന്താണ് ചോദ്യം? മാഹിയൽ അസ്ബാബു
വൽ അഅമാൽ അല്ലതി യുദാഅഫു സവാബുഹാ. പ്രതിഫലങ്ങൾ, നന്മകൾ ഇരട്ടികളായി ലഭിക്കാനുള്ള അതിൻ്റെ മാർഗങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിന് നന്മകൾ, പ്രതിഫലങ്ങൾ ഇരട്ടികളായി ലഭിക്കണമെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്, ചില മാർഗങ്ങളുണ്ട്. ആ കാരണങ്ങളും കാര്യങ്ങളും പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. അതിനെക്കുറിച്ചാണ് ശൈഖ് അവറുകളോട് ചോദ്യം ചോദിക്കപ്പെടുന്നത്. ശൈഖ് അവറുകൾ ഉത്തരം പറയുകയാണ്. അൽ ജവാബ് വബില്ലാഹി തൗഫീഖ്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അദ്ദേഹം ഉത്തരം പറയുകയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ ഏത് നന്മയും നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇൽമു പഠിക്കുവാനും അത് അമല് ചെയ്യുവാനും എല്ലാം അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ, അള്ളാഹുവിൻ്റെ സഹായത്താൽ ആ ഉത്തരം ആരംഭിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അമ്മാ മുളാഅഫത്തുൽ അമലി ബിൽ ഹസനതി ഇലാ 10 അംസാലിഹാ ഫഹാദാ ലാ ബുദ്ദ മിൻഹു ഫീ കുല്ലി അമലിൻ സാലിഹ്. ഒരു നന്മയ്ക്ക്, ഒരു സൽക്കർമ്മത്തിന് 10 ഇരട്ടി, 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുക എന്നത് അത് എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ച കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു 10 അംസാലിഹാ. ആരാണോ ഒരു നന്മയുമായി കടന്നു വരുന്നത്, ഒരു നന്മയുമായി ആര് വരുന്നുവോ അവന് അതിൻ്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഒരു നന്മയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് എല്ലാ നന്മകൾക്കുമുള്ള കാര്യമാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാണിച്ചിട്ടുള്ള വലിയ റഹ്മത്താണ്, അള്ളാഹുവിന്റെ വലിയ ഫضലാണ്, ഔദാര്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ. ആരെങ്കിലും അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ, ഒരക്ഷരം പാരായണം ചെയ്യുകയാണെങ്കിൽ, ഫലഹു ബിഹി ഹസനത്തുൻ, അവന് ഒരു നന്മയുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. അള്ളാഹുവിന്റെ പക്കൽ ഒരു നന്മ എന്ന് പറയുന്നത് അത് 10 ഇരട്ടിയായാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്നത് അതൊരക്ഷരമാണെന്ന് ഞാൻ പറയുകയില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ, അലിഫ് ഒരക്ഷരമാണ്. ലാമുൻ ഹർഫുൻ, ലാം ഒരക്ഷരമാണ്. വമീമുൻ ഹർഫുൻ, മീം ഒരക്ഷരമാണ്. അതുകൊണ്ട് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നത്. നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സാമ മിൻ കുല്ലി ശഹ്റിൻ 3 അയ്യാമിൻ ഫദാലിക സിയാമുദ് ദഹർ. ആരെങ്കിലും എല്ലാ മാസവും 3 ദിവസം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവൻ വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ്. വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. എന്നിട്ട് പറയുന്നു, ഫഅൻസലല്ലാഹു അസ്സ വജല്ല തസ്ദീഖ ദാലിക ഫീ കിതാബിഹി മൻ ജാഅ ബിൽ ഹസനതി ഫലഹു 10 അംസാലിഹാ. നാം മുമ്പ് ഓതിയ ആയത്ത്, അഥവാ ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അള്ളാഹു അവന് 10 പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ് എന്ന ആയത്ത്, അത് ഈ പ്രതിഫലത്തെ, അതിനെ സത്യപ്പെടുത്തുന്ന ഖുർആനിന്റെ വചനമാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അൽ യൗമു ബിഅശ്റതി അയ്യാം. ഒരു ദിവസത്തെ നോമ്പ് അത് 10 ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലമാണ്. അങ്ങനെ ഒരു മാസം 3 ദിവസം നോമ്പെടുക്കുകയാണെങ്കിൽ അത് 30 ദിവസത്തെ നോമ്പിന് തുല്യമാണ്. അങ്ങനെ എല്ലാ മാസവും 3 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അവന് വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചവന്റെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ 2 തെളിവുകളും ഇതല്ലാത്ത മറ്റ് തെളിവുകളുമെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, ഏത് നന്മ ചെയ്താലും അതിനേറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിന്റെ അടുക്കൽ 10 നന്മകൾ, 10 പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, وأما المضاعفة بزيادة عن ذلك وهي مراد السائل فلها أسباب. എന്നാൽ ചോദ്യകർത്താവിന്റെ ഉദ്ദേശം എന്തല്ല? ഒരു നന്മക്ക് 10 പ്രതിഫലം ലഭിക്കുന്നു, അതിനെക്കുറിച്ചല്ല ചോദ്യകർത്താവിന്റെ ഉദ്ദേശം. അതല്ല, മറിച്ച് 10നേക്കാൾ ഇരട്ടിയായി പ്രതിഫലങ്ങൾ ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. ശൈഖ് പറയുകയാണ്, ഫലഹ അസ്ബാബുൻ, അതിന് ചില കാരണങ്ങളുണ്ട്, അതിന് ചില മാർഗങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം 5 കാരണങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതിനു മുൻപായി, ഒരു നന്മക്ക് 10 ഇരട്ടിയേക്കാൾ പ്രതിഫലമായി അള്ളാഹു രേഖപ്പെടുത്തുമോ? ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല 10 ഇരട്ടിയേക്കാൾ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തിയതായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത്, ധനം ചെലവഴിക്കുന്ന ആളുകൾ,
അവർക്കുള്ള ഉപമ എങ്ങനെയാണ്? കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണിയെ പോലെയാണ്. എന്നിട്ട് പറയുന്നു അംബതത് സബ്അ സനാബിൽ, ഒരു ധാന്യമണി കുഴിച്ചിട്ടാൽ ആ ധാന്യമണിയിൽ നിന്ന് 7 കതിരുകൾ പുറത്തു വരികയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിന്മേലും 100 ധാന്യമണികളുണ്ട്. അങ്ങനെ 7 കതിരുകളിലായി 100 ധാന്യമണികൾ അഥവാ 700 ധാന്യമണികൾ അവിടെ ലഭിക്കുകയാണ്. അള്ളാഹു വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ വിവരിച്ചു നൽകുന്നത്. ഒരു ധാന്യമണി കുഴിച്ചിടുകയും അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാവുകയും ഓരോ കതിരിന്മേലും 100 വീതം ധാന്യമണികൾ ഉണ്ടാവുകയും ചെയ്തു. നോക്കൂ, ഒരു ധാന്യമണിയാണ് അത് 700 മാറിയത്. അതുപോലെ ഒരു നന്മ അത് 700 ഇരട്ടിയായി അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു കൃഷി അത് ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളെ അല്ലാഹു വളർത്തുന്നതാണ്, അതിനെ വലുതാക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ ഖുദ്സിയായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്ന് നേരിട്ട് ഉദ്ധരിക്കുകയാണ്. അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് അൽ ഹദീസുൽ ഖുദ്സി അല്ലെങ്കിൽ അൽ ഹദീസുൽ ഇലാഹി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ പ്രതിഫലം അതെങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് അല്ലാഹു മലക്കുകളെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്യണമെന്ന ഉറച്ച തീരുമാനമെടുക്കുകയാണ്. കേവലം ഉറപ്പില്ലാത്ത തീരുമാനമല്ല, ഒരു മനസ്സിൽ ഉറച്ച തീരുമാനമെടുക്കുകയാണ്. എന്നിട്ട് ഫലം യഅമൽഹ, അവനത് ചെയ്യാൻ പറ്റിയില്ല, വല്ല തടസ്സം കാരണമോ അതല്ലെങ്കിൽ അവനത് ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, അല്ലാഹു അവന്റെ പക്കൽ ഒരു പൂർണ്ണമായ നന്മ അവന് രേഖപ്പെടുത്തുന്നതാണ്. ഇനി ഫഇൻ ഹുവ ഹമ്മ ബിഹാ ഫഅമിലഹ, അവൻ ഒരു നന്മ ചെയ്യണമെന്ന ഉറച്ച തീരുമാനമെടുക്കുകയും ആ നന്മ അവൻ പ്രവർത്തിക്കുകയും ചെയ്താൽ കതബഹല്ലാഹു ലഹു ഇൻദഹു 10 ഹസനാത്തിൻ ഇലാ 700 ളിഅഫിൻ, 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്. എന്നിട്ട് പറഞ്ഞു ഇലാ അദ്ആഫിൻ കസീറ, അതിനേക്കാൾ ഇരട്ടിയായി ധാരാളമായി അല്ലാഹു അവന് നന്മകൾ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം കുല്ലു അമലി ഇബ്നി ആദമ യുദാഅഫ് അൽ ഹസനതു 10 അംസാലിഹ ഇലാ 700 ളിഅഫിൻ, ആദം ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതെല്ലാം ഇരട്ടികളായാണ് അവന് പ്രതിഫലം നൽകപ്പെടുന്നത്. 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലങ്ങൾ അവന് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇല്ല സൗം, നോമ്പൊഴികെ ഫഇന്നഹു ലി, അത് എനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, നോമ്പിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. കാരണം യദഉ ശഹ്വതഹു വ തആമഹു മിൻ അജ്ലി, നോമ്പുകാലത്ത് നോമ്പിന്റെ പകലിൽ അവന്റെ ലൈംഗികമായ താല്പര്യങ്ങളെയും അവന്റെ ദേഹേച്ഛകളെയുമെല്ലാം അവൻ എനിക്ക് വേണ്ടി ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് നോമ്പിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. അതിന്റെ പ്രതിഫലം, അതിന്റെ അറ്റം എത്രയാണെന്ന് ഒരാൾക്കും അറിയുകയില്ല. അല്ലാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് 10 ഇരട്ടി, അതിനേക്കാൾ ഇരട്ടികളായി പ്രതിഫലങ്ങൾ ലഭിക്കപ്പെടും എന്നൊക്കെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി അതിനുള്ള മാർഗങ്ങൾ പ്രധാനമായും 5 എണ്ണമാണ്. അഥവാ ഒരു സൽക്കർമ്മത്തിന് 10 ഇരട്ടിയേക്കാൾ കൂടുതലായി പ്രതിഫലം ലഭിക്കണമെങ്കിൽ അത് 5 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തേത് ആ കർമ്മം ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട്. രണ്ടാമത്തേത് ആ അമലുമായി, അത് ഏത് അമലാണോ അവൻ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ മൂന്നാമത്തേത് അവൻ ഏത് സമയത്താണോ അത് നിർവഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നാലാമത്തേത് ഏത് സ്ഥലത്ത് വെച്ചാണോ അവൻ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അഞ്ചാമത്തേത് അവന്റെ പ്രവർത്തനങ്ങൾ, അത് മുഖേന ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ, അതിന്റെ റിസൾട്ട്, അത് പരിഗണിച്ചുകൊണ്ട് അങ്ങനെയും ധാരാളം നന്മകൾ ലഭിക്കും. ഈ 5 കാരണങ്ങളാണ്, 5 വഴികളാണ് പ്രധാനമായും ഉള്ളത്. എന്നിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ശൈഖ് റഹിമഹുള്ള അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതിൽ ഒന്നാമത്തേത് നമ്മൾ പ്രവർത്തനം ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട്, ചെയ്യുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇബാദത്ത് ചെയ്യുന്ന ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് അൽ ഇഖ്ലാസു ലില്ലാഹി തആല, അവൻ ഇഖ്ലാസുള്ളവനായിരിക്കണം. അഥവാ അവന്റെ പ്രവർത്തനത്തിൽ അള്ളാഹുവിന് പുറമെ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല.
ഇബാദത്ത് ചെയ്യുന്നത് അത് അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അവനിൽ എത്രത്തോളം ഇഖ്ലാസ് ഉണ്ടോ അത്രത്തോളം അവനുള്ള പ്രതിഫലങ്ങൾ അത് ഇരട്ടികളായി ലഭിക്കുന്നതാണ്. അവൻ ആ ഇബാദത്ത് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ച കാര്യമെന്താണ്? ഈ ദുനിയാവിലെ നേട്ടങ്ങളോ ജനങ്ങളെ കാണിക്കുവാനോ അവരുടെ പ്രശംസ പിടിച്ചു പറ്റുവാനോ ഒന്നുമല്ല, മറിച്ച് അല്ലാഹുവിനോടുള്ള ഇഖ്ലാസ് ആയിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അൽ മുതാബഅതു ലിർറസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ അത് റസൂൽ എങ്ങനെയാണോ ചെയ്തത് അതേ രൂപത്തിൽ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തേത് ഇഖ്ലാസ്, രണ്ടാമത്തേത് അൽ മുതാബഅ, അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക, അത് റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ അത് നിർവഹിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ഒരു വ്യക്തിയിൽ അവനിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ പ്രതിഫലം വർദ്ധിക്കുന്നതാണ്. റസൂലിനെ പിൻപറ്റുക എന്നത് പറയുമ്പോൾ ദീനിലില്ലാത്ത കാര്യങ്ങൾ അത് നാം ഒരിക്കലും ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ഈ ദീനിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കുന്നതല്ല, അത് അല്ലാഹു തള്ളിക്കളയുന്നതാണ്. സലഫുകൾ പറഞ്ഞതായി കാണാം, അൽ ഇഖ്തിസാദു ഫി സുന്ന, നബിയുടെ സുന്നത്തിൽ നമ്മുടെ കർമ്മങ്ങൾ നബിയുടെ സുന്നത്തിൽ പരിമിതപ്പെടുത്തുക, നബി പഠിപ്പിച്ചത് മാത്രം ചെയ്യുക. അതാണ് ഖൈറും മിനൽ ഇജ്തിഹാദി ഫിൽ ബിദ്അ, ബിദ്അത്തിൽ ധാരാളമായി മുന്നേറുന്നതിനേക്കാൾ പരിശ്രമിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് സലഫുകൾ പറഞ്ഞതായി കാണാം. നബി പഠിപ്പിച്ച ദുആകൾ, നബി പഠിപ്പിച്ച ദിക്റുകൾ, നബി പഠിപ്പിച്ച നമസ്കാരങ്ങൾ, നബി പഠിപ്പിച്ച നോമ്പ് അതിൽ പരിമിതപ്പെടുത്തുക, അതാണ് ബിദ്അത്തുകളിൽ ധാരാളമായി മുന്നേറുന്നതിനേക്കാൾ ഖൈർ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. നാം സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ, അൽ ഇഖ്ലാസു ലില്ലാഹ്, അൽ മുതാബഅതു ലിർറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം ചെയ്യുന്ന ഇബാദത്തുകൾ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമാക്കുക. രണ്ടാമത്തേത് അത് അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച രൂപത്തിൽ അത് നിർവഹിക്കുക. ഇവ രണ്ടും ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകളാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹ, അവൻ സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. എങ്ങനെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ്. എന്നിട്ട് പറയുന്നു, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അവൻ തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കട്ടെ, അഥവാ ഇഖ്ലാസോടുകൂടി അവൻ ചെയ്തു കൊള്ളട്ടെ എന്നാണ്. ഈ രണ്ട് നിബന്ധനകൾ വിശുദ്ധ ഖുർആനിന്റെ മറ്റ് ആയത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നിട്ട് ശൈഖ് അവറുകൾ അതിനൊരു തെളിവായി ഒരായത്ത് ഓതുകയാണ്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഒരു അമലിൽ തഖ്വ വേണമെന്ന് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? അൽ മുത്തഖീന അല്ലാഹ ഫീ അമലിഹിം ബിതഹ്ഖീഖിൽ ഇഖ്ലാസ് വൽ മുതാബഅ, ഇഖ്ലാസും അതേപോലെ മുതാബഅത്തും, ഈ രണ്ട് കാര്യങ്ങൾ അവ രണ്ടും നാം പൂർത്തീകരിക്കുക. അപ്പോഴാണ് നമ്മുടെ ഒരു അമലിൽ ഒരു കർമ്മത്തിൽ നാം തഖ്വയുള്ളവരായി എന്ന് പറയുക സാധ്യമാവുകയുള്ളൂ. അങ്ങനെയുള്ള അമലുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ജനങ്ങൾ ഈ വിഷയത്തിൽ 4 തരക്കാരാണ്. അഥവാ ഇഖ്ലാസിന്റെയും മുതാബഅത്തിന്റെയും വിഷയത്തിൽ ജനങ്ങൾ 4 വിഭാഗമാണ്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അഹ്ലുൽ ഇഖ്ലാസി വൽ മുതാബഅ, അവർ അവരുടെ ഇബാദത്തിൽ ഇഖ്ലാസുണ്ട്, അവർ മുതാബഅത്തുണ്ട്, റസൂലിനെ പിൻപറ്റിക്കൊണ്ടാണ് ചെയ്യുന്നവർ. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഇബാദത്തുകൾ മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? ഇഖ്ലാസുൻ ബിലാ മുതാബഅ, അവർക്ക് ഇഖ്ലാസ് ഉണ്ട്, പക്ഷേ നബിയെ പിൻപറ്റുന്നില്ല, നബി പഠിപ്പിക്കാത്ത, നബി ദീനാക്കാത്ത, ശറഅാക്കാത്ത പല കാര്യങ്ങളുമാണ് അവർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ബിദ്അത്തുകളാണ്, അത് ഒരിക്കലും അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അവർ മുതാബഅത്തുൻ ബിലാ ഇഖ്ലാസ്, നബിയെ പിൻപറ്റുന്നുണ്ട്, നബി പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത്, പക്ഷേ അവർക്ക് ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയി. അവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞതായി കാണാം, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, എന്നിൽ പങ്കു ചേർക്കുന്ന ആളുകൾ അവരുടെ ശിർക്കിൽ നിന്നും ഞാൻ ജന്യനാണ്. അവർ പങ്കു ചേർത്ത പ്രവർത്തനങ്ങൾ അതെനിക്ക് ആവശ്യമില്ല. മൻ അമില അമലൻ അശ്റക ഫീഹി മഇ ഗൈരി, ആരെങ്കിലും ഒരു അമൽ ചെയ്യുകയും അതിൽ എൻ്റെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർക്കുകയും ചെയ്താൽ തറക്തുഹു വശിർക്കഹു, അവനെയും അവൻ പങ്കു ചേർത്ത ആ പ്രവർത്തനത്തെയും ഞാൻ ഒഴിവാക്കുന്നതാണ്, വിട്ടുകളയുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നാലാമത്തെ വിഭാഗം ആളുകൾ ആരാൻ? ലാ ഇഖ്ലാസ വലാ മുതാബഅ, അവർക്ക് ഇഖ്ലാസുമില്ല, അവർക്ക് മുതാബഅത്തുമില്ല, അവർ റസൂലിനെ പിൻപറ്റുന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ അവരുടെ കർമ്മങ്ങൾ അല്ലാഹു ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. ഈ 4 വിഭാഗം ആളുകളാണ് ഇഖ്ലാസിന്റെയും മുതാബഅത്തിന്റെയും കാര്യത്തിൽ
4 വിഭാഗം ആളുകളാണുള്ളതെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഇഖ്ലാസും മുതാബഅത്തും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് ശൈഖ് 3 ഹദീസുകൾ ഉദ്ധരിക്കുകയാണ്. ഏതൊക്കെയാണ് ഹദീസ്? നമുക്ക് പരിചയമുള്ള ഹദീസാണ്. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമളാൻ മാസത്തിൽ ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും നോമ്പനുഷ്ഠിക്കുന്നത് അവരുടെ ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നതാണ്. രണ്ടാമത്തെ ഹദീസ്, മൻ ഖാമ റമളാൻ, ആരാണോ റമളാനിൽ നമസ്കരിക്കുന്നത്, റമളാനിലുള്ള രാത്രി നമസ്കാരം അതാരാണോ നിർവഹിക്കുന്നത്, അതും ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും ആരാണോ ചെയ്യുന്നത് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നതാണ്. മൂന്നാമത്തെ ഹദീസ്, മൻ ഖാമ ലൈലത്തുൽ ഖദർ, ആരാണോ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമസ്കരിക്കുന്നത്, എങ്ങനെ? ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും ആരാണോ നമസ്കരിക്കുന്നത് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നതാണ്. മുകളിൽ നൽകിയ 3 ഹദീസുകൾ അതിൽ ആവർത്തിച്ചു വന്ന വാക്യമാണ് ഈമാനൻ വഹ്തിസാബൻ. ഇത് ഈ ഹദീസിലെ മറ്റു ചില ഹദീസുകളിലും ഇതേ രൂപത്തിലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ആ പറയപ്പെട്ട കർമ്മങ്ങൾ, അത് റമളാനിലെ നോമ്പായിക്കൊള്ളട്ടെ, നമസ്കാരമായിക്കൊള്ളട്ടെ, അതുപോലെ ലൈലത്തുൽ ഖദറിലെ നമസ്കാരമാകട്ടെ, അതൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈമാനും ഇഹ്തിസാബും ഉണ്ടായിരിക്കണം. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? വിശ്വാസത്തോടുകൂടി, അഥവാ അള്ളാഹുവിലും അവന്റെ റസൂലിലുമുള്ള വിശ്വാസത്തോടുകൂടി. ഈ നോമ്പ് അള്ളാഹു എനിക്ക് ഫറളാക്കിയതാണ് എന്ന വിശ്വാസത്തോടുകൂടിയായിരിക്കണം അവനത് ചെയ്യേണ്ടത്. അതുപോലെ വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രീതി, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം അവൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രവർത്തനം അതെപ്പോഴാണ് അള്ളാഹു സൽക്കർമ്മമായി സ്വീകരിക്കുന്നത്? ആ പ്രവർത്തനം ചെയ്ത വ്യക്തി ഈമാനുള്ളവനായിരിക്കണം, അപ്പോഴാണ് അള്ളാഹു അത് സ്വീകരിക്കുന്നത്. രണ്ടാമത്തേത്, ആ പ്രവർത്തനം ചെയ്യുവാനുള്ള അവന്റെ ലക്ഷ്യം എന്താണ്? ആ പ്രവർത്തനത്തിന് പിന്നിലുള്ള അവന്റെ ലക്ഷ്യം എന്താണ്? അത് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങളും ധാരാളം ഹദീസുകളിൽ ആവർത്തിച്ചു വന്നതായി കാണാം. ഈ ഈമാനൻ വഹ്തിസാബ, ഈമാനോടുകൂടിയും അതുപോലെ പ്രതിഫലേച്ഛയോടുകൂടിയുമാണ് ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അവന് പറയപ്പെട്ട പ്രതിഫലങ്ങൾ നൽകുന്നതാണ്. ആ ഈമാനും അതുപോലെ പ്രതിഫലേച്ഛയും അതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എത്ര കണ്ട് ഈമാനുണ്ടോ, എത്ര കണ്ട് അത് സിദ്ഖുണ്ടോ, ഇഖ്ലാസ് ഉണ്ടോ, അതുപോലെ എത്ര കണ്ട് നാം പ്രതിഫലം ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ പ്രതിഫലങ്ങൾ ഇരട്ടികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. എന്നിട്ട് ശൈഖ് റഹിമഹുല്ലാ ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ്? വൽ ഖലീലു മിനൽ അമൽ മഅൽ ഇഖ്ലാസിൽ കാമിൽ യർജഹു ബിൽ കസീരി അല്ലദി ലം യസിൽ ഇലാ മർതബതിഹി ഫീ ഖുവ്വത്തിൽ ഇഖ്ലാസ്. നാം പരിപൂർണമായ ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന കുറച്ച് ഇബാദത്തുകൾ, ആ ഇബാദത്തുകളാണ് ആ പദവിയിലേക്ക് എത്താത്ത ധാരാളം ഇബാദത്തുകൾ നിർവഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത്. അഥവാ നാം ചെയ്യുന്ന ഇബാദത്തുകൾ അതിൽ ഇഖ്ലാസ് പരിപൂർണമായത്, അതാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത്, അതാണ് മറ്റ് ഇബാദത്തുകളെക്കാൾ ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് അദ്ദേഹം നമ്മെ പരിചയപ്പെടുത്തുകയാണ്. നാം ബാഹ്യമായി ചെയ്യുന്ന പല കർമ്മങ്ങളുമുണ്ട്, അതിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ അതിലുള്ള ഏറ്റവ്യത്യാസം വരാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ, നമ്മുടെ ഹൃദയത്തിലുള്ള ഇഖ്ലാസ്, നമ്മുടെ ഹൃദയത്തിലുള്ള സിദ്ഖ്, അതിലുള്ള ഏറ്റവ്യത്യാസം അനുസരിച്ചാണ് അള്ളാഹു നമുക്ക് നൽകുന്നതിനുള്ള പ്രതിഫലത്തിലും ഏറ്റവ്യത്യാസം വരുന്നത്. നാം എല്ലാവരും മഗ്രിബ് നമസ്കരിച്ചു, ഇമാമിന്റെ പിറകിൽ എല്ലാവരും 3 റക്അത്താണ് നമസ്കരിച്ചത്, റുക്കൂഉം സുജൂദും എല്ലാം ഒരുപോലെയാണ് ചെയ്തത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നർ റജുല ലയൻസരിഫു, ഒരു വ്യക്തി നമസ്കാരത്തിൽ നിന്ന് അവന് വിരമിക്കുകയാണ്, വമാ കുതിബ ലഹു ഇല്ലാ ഉശ്റു സ്വലാത്തിഹി, അവനിക്ക് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നത് ആ നമസ്കാരത്തിന്റെ 10-1 മാത്രമാണ്. തുസ്ഉഹ 9-1 രേഖപ്പെടുത്തപ്പെടുന്നവരുണ്ട്, അതേപോലെ സുമുനുഹ 8-1 ലഭിക്കുന്നവരുണ്ട്, അതേപോലെ സുബുഹ 7-1 പ്രതിഫലം ലഭിക്കുന്നവരുണ്ട്, സുദുസുഹ ഖുമുസുഹ റുബുഹ, അതുപോലെ 3-1 4-1 നിസ്കാരത്തിന്റെ പകുതി പ്രതിഫലം ലഭിക്കുന്നവരുണ്ട്. ഇതെങ്ങനെയാണ്? ഒരേ സഫിൽ നിൽക്കുന്ന ഒരേ പ്രവർത്തനം ചെയ്ത ആളുകൾ, ഒരേ ദിക്റും ഒരേ ദുആവും ചെയ്ത ആളുകൾക്ക് എങ്ങനെയാണ് വ്യത്യസ്തമായ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടത്? അതവരുടെ ഹൃദയത്തിലുള്ള ഇഖ്ലാസിന്റെയും ആ നമസ്കാരത്തിലുള്ള ഖുശൂഇന്റെയും അതുപോലെ മുതാബഅത്തുർ റസൂൽ, ആ നമസ്കാരത്തിൽ അവർ റസൂലിനെ എത്ര കണ്ട് പിൻപറ്റിയോ, റസൂലിന്റെ സുന്നത്തുമായി അവരെത്ര കണ്ട് അടുത്തുവോ അതിനനുസരിച്ചാണ് അവർക്കുള്ള നമസ്കാരത്തിന്റെ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നത്. അതുകൊണ്ട് നാം ചെയ്യുന്ന ബാഹ്യമായ പ്രവർത്തനങ്ങൾ,
അതിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ പ്രതിഫലത്തിലുള്ള ഏറ്റ വ്യത്യാസം അത് വരാനുള്ള കാരണം അത് നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ ഈമാനും ഇഖ്ലാസും അതേപോലെ സിദ്ഖുമൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ഇഖ്ലാസ് അത് ഏറ്റവും പരിപൂർണമാക്കുക. ആ ഇഖ്ലാസിനെ ബാധിക്കുന്ന രോഗങ്ങൾ അതിൽ നിന്ന് നാം മാറി നിൽക്കുക. റിയാ ഉണ്ട്, ശിർക്കുണ്ട്, ആ ഇഖ്ലാസിനെ തകർത്ത് കളയുന്ന കാര്യങ്ങളുണ്ട്, ആ ഇഖ്ലാസിനെ തകർത്ത് കളയുന്ന കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും നമ്മുടെ ഇഖ്ലാസ് എപ്പോഴും അത് പരിപൂർണമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസുകളിൽ നമുക്ക് വിശദീകരിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.